എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അപ്പൊ നമ്മളിവിടെ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഒരു വാർത്ത കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വാർത്ത നിങ്ങളിലേക്കും കൂടി എത്തിക്കാമെന്ന് കരുതി കുറച്ചു പേരെങ്കിലും സന്തോഷിക്കുന്നെങ്കിൽ അത് നല്ലതല്ലേ. വീട്ടിലെ മുക്കും മൂലയും എല്ലാം ഈ ബാത്റൂം വരെ എടുത്തു വെച്ചിട്ട് അവർ കാണിക്കാറുണ്ട്. വീഡിയോയിലൂടെ ലൈവിൽ വന്നിട്ടൊക്കെ ആണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒക്കെ അവർ കാണിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ജനങ്ങൾക്ക് വളരെ സ്വീകാര്യതയുമാണ്. ഒരുപാട് ആളുകൾക്ക് അത് വളരെ ഇഷ്ടമാണ് കാണാനൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ പലരുടെയും ലൈവ് ഒക്കെ 2 ലക്ഷത്തിൽ കൂടുതൽ ആളുകളൊക്കെ ഇരുന്ന് കാണുന്നത്. ഇവ കഴിഞ്ഞാൽ പോലും ചില ആളുകൾ ആ ഒരു ലൈവ് തപ്പിയെടുത്ത് വീണ്ടും വീണ്ടും കാണുന്ന ആ ഒരു ടെൻഡൻസി ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ഈ ഒരു സംഭവം നടന്നത് കേട്ടോ. അതായത് അവിടെ ഒരു യുവതി, പുള്ളിക്കാരത്തി ഒരു വ്ളോഗറാണ്. അവർ ഈ പറയുന്ന പോലെ തന്നെ ഹോം ടൂർ ഒക്കെ എടുത്ത് വീഡിയോസ് ആക്കി ഇടാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീട്ടിലെ മുക്കും മൂലയും എല്ലാം എടുത്തിട്ട് സോഷ്യൽ മീഡിയ വഴി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ഒരുപാട് വരുമാനമുണ്ട്. അതായത് 1 മില്യണിലേറെ സബ്സ്ക്രൈബ് ഉള്ള ഒരു സ്ത്രീ കൂടിയാണ് എന്ന് എടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ അവര് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല ക്യാഷ് ഉള്ള ഫാമിലി കൂടി തന്നെയാണ്. അപ്പൊ ഈ ഒരു പുള്ളിക്കാരത്തിയുടെ പേരെന്ന് പറഞ്ഞാൽ രചന എന്നാണ് അവരുടെ പേര്. ഈ ഒരു യുവതി, ഈ ഒരു വ്ളോഗർ താമസിക്കുന്നതെന്ന് പറഞ്ഞാല് മധ്യപ്രദേശിലെ ശിവപുരി മൊഹാനിയാണ് ഇവർ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇവരുടെ പേരെന്ന് പറയുന്നത് രചന ഗുർജ എന്നാണ് ഇവരുടെ പേര്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാല് വ്ളോഗർ ആണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇവർക്ക് ഒരു വലിയ ഒരു അബദ്ധമാണ് പറ്റിയിരിക്കുന്നത്. കാരണം ഇത് മിക്ക വ്ളോഗർമാരും ഹോം ടൂർ ഒക്കെ ചെയ്യുന്ന ആളുകള്, അതുപോലെ തന്നെ വീട്ടിലെ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ എന്തൊക്കെയുണ്ട് ആട്ടുകല്ലിന്റെ കുഴവി വരെ എടുത്തോണ്ട് വന്ന് ജനങ്ങളെ കാണിച്ച് വ്യൂസ് നേടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അത്തരക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് അടിക്കാതെ എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാല്, ഈ സ്ത്രീ സാധാരണ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇവരെന്ത് ചെയ്തെന്ന് അറിയാമോ? ഇവരുടെ ഓർണമെന്റ്സ് ഒക്കെ പറക്കി വെച്ചിട്ട് ജനങ്ങളെ കാണിച്ചുകൊണ്ട് ഒരു വ്ളോഗ് ചെയ്ത് ജനങ്ങളെ കാണിച്ചിട്ട് വലിയ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടാവണം ചെയ്തിട്ടുള്ളത്. ഇത്രയ്ക്കും ആഭരണങ്ങൾ എനിക്കുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ആഭരണങ്ങളെല്ലാം പറക്കി ഇങ്ങനെ ടേബിളിന്റെ പുറത്ത് നിരത്തി വെച്ചിട്ട് ഒരു എന്താ പറയുന്ന ഒരു വീഡിയോ അങ്ങോട്ട് കാച്ചി. ആ വീഡിയോ ആണ് പിന്നീട് ഇവർക്ക് കുരിശായിട്ട് മാറിയത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ നമ്മൾ കാണാറുണ്ട് പല വ്ളോഗർമാരും അവരുടെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അലമാരിയൊക്കെ തുറന്നിട്ട് ഇതെന്റെ ഫസ്റ്റ് അലമാരി, ഇതെന്റെ സെക്കൻഡ് അലമാരി, ഇത് ഞാൻ ഒരു മാസം മുമ്പ് മേടിച്ച അലമാരി എന്നൊക്കെ പറഞ്ഞിട്ട് അലമാരികൾ ഓരോന്നായിട്ട് തുറന്ന് കാണിച്ചിട്ട് അതിനുള്ളിൽ ഇരിക്കുന്ന ഡ്രസ്സുകളൊക്കെ എടുത്ത് കാണിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇന്ന ഡ്രസ്സിന് ഇത്ര 1000 രൂപ, ഇന്നതിന് ഇത്ര 1000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് കാണിക്കുന്നത് കാണാറുണ്ട്. ചിലതൊക്കെ ചിലപ്പോ നമുക്ക് കാണുമ്പോൾ തോന്നും അത് തുച്ഛമായ വില ആയിട്ടുണ്ടാവുള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അവർ പറയുന്നത് അതിന് 10,000 കണക്കിന് രൂപയായി എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് കാണിക്കാറുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ചില ആളുകൾ അങ്ങനെയാണ് പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മറ്റുള്ള ആളുകളെ ഇത് ഓരോന്നായിട്ട് ഡ്രസ്സൊക്കെ പറക്കി വെച്ചിട്ട് കാണിക്കും, ചെരുപ്പുകൾ പറക്കി വെച്ചിട്ട് കാണിക്കും. ഇനി എന്ത് കാണിക്കും എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം കാണിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പൊ ഈ ഒരു പുള്ളിക്കാരത്തി കാണിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ആന മണ്ടത്തരം എന്നല്ലാതെ വേറെ എന്താ പറയുക. അവരുടെ ഓർണമെന്റ്സ് എല്ലാം കൂടി ഇങ്ങനെ പറക്കി നിരത്തി വെച്ചിട്ട് കാണിക്കുകയാണ്. അത് ഗോൾഡ് ഓർണമെന്റ്സ് ആണ് കൂടുതലും, പിന്നെ സിൽവറിൻ്റെതും ഉണ്ട്. അങ്ങനെ ഈ ഒരു എന്താ പറയുന്നത് ഈ ഓർണമെന്റ്സ് ഒക്കെ അത് കുറെ വാരി ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു രചന ബുർഗാനി ഇരുന്നുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരത്തി ഇത് ഇട്ട് ഈ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തി. അതിനുശേഷം സംഭവിച്ച ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു പുള്ളിക്കാരത്തിയുടെ വീട്ടിൽ ആളുകൾ വരികയാണ്, സുഖവിവരങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകൾ വരികയാണ്. ആ കൂട്ടത്തിൽ ഇവരുടെ ബന്ധുക്കളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അന്ന് രാത്രി സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ കിടന്നുറങ്ങുകയാണ്. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ വെളുപ്പാങ്കാലത്ത് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞ ഒരു സമയത്ത് ഒരു സംഘം ആളുകൾ ഇവരുടെ വീട്ടിലേക്ക് വരികയാണ്. വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ മുഖമെല്ലാം നന്നായിട്ട് മറച്ചു വെച്ചിട്ട് കണ്ണിന്റെ ഭാഗത്ത് ഒരു ചെറിയ ഹോൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലാണ് അവർ വരുന്നത്. വന്ന പാടെ ഇവർ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ ഒരു വടിയുണ്ട്. അപ്പൊ ആ വടി കൊണ്ട് അവിടെ CC ക്യാമറ ഉണ്ട്. ഫ്രണ്ടിൽ 3 CC ക്യാമറ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. വീടിന്റെ ഫ്രണ്ടില് CC ക്യാമറ ഉണ്ട്, കുറച്ച് ഉള്ളിലോട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ CC ക്യാമറ ആ വടി വെച്ച് അടിച്ച് നശിപ്പിക്കുകയല്ല ചെയ്തത്, അത് ഒരു വശത്തോട്ട് തിരിച്ചു വെക്കുകയാണ് ചെയ്തത്. അതായത് ഇവരുടെ വീടിനെ പറ്റിയിട്ട് A to Z വരെ അറിയാവുന്ന ആളുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് എങ്ങും പോയി ഇവരെ ബന്ധുക്കളൊന്നും ആണെന്ന് പറഞ്ഞ് നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. കാരണം പ്രത്യേകിച്ച് എങ്ങും പോയി ഇവർക്ക് ഈ വന്ന ആളുകൾക്ക്, വന്ന കള്ളന്മാർക്ക് ഈ ഒരു വീടിനെ കുറിച്ചിട്ട് മനപാഠമാണ്. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഹോം ടൂർ ആയിട്ട് വീടിന്റെ എല്ലാ ഭാഗങ്ങളും കാണിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കള്ളന്മാർക്കൊക്കെ ഒരു ഡൗട്ടും ഇല്ല വീടിന്റെ ഏത് ഭാഗത്ത് എന്തുണ്ട് എന്തില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്ത് ചെയ്തെന്നോ കള്ളന്മാര് ഈ ഒരു CC ക്യാമറ ഒരു വശത്തേക്ക് തിരിച്ചു വെക്കുകയാണ് ചെയ്തത്. കാരണം ആ ഒരു വീടിന്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് അറിയാവുന്നത് കൊണ്ടല്ലേ അങ്ങനെ വെക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ കള്ളന്മാർ എന്ത് ചെയ്തു, പുലർച്ചെ 2 മണിയോടുകൂടി വീടിനകത്ത് പ്രവേശിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ നിരത്തിവെച്ച യുവതിയുടെ ഹോം ടൂർ വീഡിയോ കണ്ട മോഷ്ടാക്കൾ അത് കൊള്ളയടിച്ചു. നഷ്ടപ്പെട്ടത് ലക്ഷങ്ങളുടെ സ്വർണവും പണം.
അപ്പോൾ എന്തായാലും കള്ളന്മാർ പിന്നീട് അവിടെ എന്താണ് ചെയ്തു കൂട്ടിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇനി ബാക്കി പറയാം. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ കള്ളന്മാർ പുലർച്ചെ കയറി വന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ CC ക്യാമറകളൊക്കെ തിരിച്ചു വെച്ചു. എന്നിട്ട് അകത്തേക്ക് കയറി അതിനുശേഷം മുറികളിലൊക്കെ ഒന്നൊന്നായിട്ട് പരിശോധിച്ചതിന് ശേഷം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കിട്ടിയതെല്ലാം കൈക്കലാക്കി എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതിനുശേഷം അവന്മാർ അവിടെ നിന്നും മുങ്ങി. അതാണ് അവിടെ സംഭവിച്ചത്. ഈ ഒരു ഓർണമെന്റ്സിന്റെ ഉടമയൊക്കെ അറിയുന്നത് ഒരു 4 മണിയോടുകൂടി, പുലർച്ചെ 4 മണിയോടുകൂടിയാണ് അവർക്ക് മനസ്സിലാവുന്നത് വീടിന്റെ പുറത്ത് നിന്നും ഇവരെ പൂട്ടിയിട്ടിട്ടാണ് ഈ അക്രമങ്ങളൊക്കെ കാണിച്ചു വെച്ചത് എന്നുള്ള കാര്യം. പിന്നീട് അവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അവർ നാട്ടുകാരെ വിളിച്ചു വരുത്തുകയും നാട്ടുകാർ വന്നതിന് ശേഷം പോലീസിനെ അറിയിക്കുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. എന്ത് തന്നെ ആണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു മണ്ടത്തരം ആരെങ്കിലും കാണിക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ളതാണ് എന്നാണ് പറയുന്നത്. ശരിക്കും 10 ലക്ഷം രൂപയ്ക്കൊന്നുമല്ല. അവർ കാണിച്ചിട്ടുള്ള ഗോൾഡ് എല്ലാം സ്വർണം തന്നെയാണ് എങ്കിൽ, റോൾഡ് ഗോൾഡ് അല്ല, പ്യുവർ സ്വർണം തന്നെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും 10 ലക്ഷം അല്ല, 20 ലക്ഷം അല്ല. അതായത് ഒരു ഒത്തിരി ഓർണമെന്റ്സ് കാണിക്കുന്നുണ്ട്, ഷോ മാലകളൊക്കെ കാണിക്കുന്നുണ്ട്, നല്ല ഫാൻസി മാലകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫാൻസി മാലകൾ തന്നെ അവർ കാണിക്കുന്ന രീതിയിലുള്ള മാലയ്ക്കൊക്കെ തന്നെ വേണം 5 പവനിൽ കൂടുതൽ. അപ്പോൾ ഓർണമെന്റ്സ് ഒരുപാടുണ്ട്. അപ്പോൾ 10 ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ കാണിച്ചിട്ടുള്ളതെല്ലാം ഗോൾഡ് ആണെങ്കിൽ 10 ലക്ഷം ഒന്നും അല്ല. അതുപോലെ തന്നെ സിൽവർ ആഭരണങ്ങളും ഉണ്ട് കൂട്ടത്തില്. അപ്പൊ എന്തായാലും സ്ത്രീ കാണിച്ചത് വളരെ ബുദ്ധിമോശം തന്നെ ആയിപ്പോയി. ഇപ്പൊ എന്തായാലും അവർ ഈ ഒരു സംഭവത്തിന് ശേഷം അവർ ഭാര്യയും ഭർത്താവും ഒക്കെ വന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതുകൂടി കേൾക്കാം. एसपी साहब से भी हाथ जोड़ के निवेदन है कि इस मामले को बिल्कुल दबाया ना जाए, जितना हो सके उतनी जल्दी चोरों को गिरफ्तार करें। नीचे से उन्होंने 4 सोने की अंगूठियां, 1 मंगलसूत्र और 1 चांदी की करदौनी और 1,91,000 रुपये उन्होंने नगद ले गए। वो കെട്ടുതാലി ഉൾപ്പെടെ കൊണ്ടുപോയി എന്നാണ് ഭർത്താവ് പറയുന്നത്. CCTV ക്യാമറയിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടി ഈ എത്തിയ കള്ളന്മാർ ആ വീട്ടിലെ CCTV ക്യാമറകളെല്ലാം തിരിച്ചു വെച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇനി ഈ മുഖമറച്ചെത്തിയ മോഷ്ടാവ് വടി കൊണ്ട് ഒരു ക്യാമറ തിരിച്ചു വെക്കുന്ന ദൃശ്യം ഒരു ക്യാമറയിൽ പതിഞ്ഞിട്ടുമുണ്ട്. ഇവിടെ അവർക്ക് വളരെ സങ്കടത്തോടു കൂടി അവർ സംസാരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു തള്ളേ നിങ്ങൾ ഈ എന്താ പറയുന്നത് ഇത്രയധികം സ്വർണ്ണങ്ങളും വാരി ഇട്ടുകൊണ്ട് വന്നിരുന്നിട്ട് വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ സ്വർണ്ണ ശേഖരങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തത്? അത് കണ്ടിട്ടല്ലേ ഇത്തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായത്? എന്തായാലും കേരള പോലീസ് ആയിരുന്നു എങ്കിൽ ഈ കൊണ്ടുപോയ മഹാനെ പെട്ടെന്ന് പിടിച്ചേനെ. കാരണം അവർക്കെന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുന്നത് ഷെട്ടിയുടെ ബെൽറ്റ് കണ്ടാലും മതി, അവർ പറയുന്നതിനെ വെച്ച് ആളിനെ പൊക്കും. അതാണ് നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി ഇവിടുത്തെ അവസ്ഥ നമുക്ക് അറിയില്ല, എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷേ ഇവർ ഇത്തിരി ഊതി ആറ്റട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആ നഷ്ടപ്പെട്ട സാധനം ഒരിക്കലും കിട്ടരുത് എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം ഓരോ വ്യക്തികളും ചോര നീരാക്കിയാണ് ഉണ്ടാക്കുന്നത് അല്ലെ. തിന്നാതെയും കുടിക്കാതെയും ഒക്കെ കൊണ്ടുവച്ചിരുന്ന സെരുക്ക് കൂട്ടി ഓരോന്ന് മേടിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവർക്ക് സംഭവിച്ചത് നാളെ ഒരു വ്ളോഗേഴ്സിനും സംഭവിക്കാതിരിക്കട്ടെ. ഇമാതിരിയുള്ള വൃത്തികേടുകളും വിഡ്ഢിത്തരങ്ങളും പൊങ്ങച്ചങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കാണിക്കുമ്പോൾ പിന്നീടുണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ പറ്റി കൂടി ഓർക്കുന്നത് നന്നായിരിക്കും എന്നേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും ഇത് ഇവര് തന്നെ ചോദിച്ച് മേടിച്ച പണി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അപ്പൊ ചില ആളുകൾ അങ്ങനെയാണ്, നമ്മളെ കയ്യിൽ 10 പുത്തനുണ്ടെങ്കിൽ അത് ഇല്ലാത്ത ആളുകളെ കാണിച്ച് പൊങ്ങച്ചം കാണിച്ച് ആത്മനിർവൃത്തി കൊള്ളുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് കൂടി ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ഇട്ടേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.